സ്നേഹം നിറയേണ്ട വീടുകളിൽ ഇന്ന് കലഹവും വിദ്വേഷവും പുകയാണോ? ഒന്നിച്ച് പ്രാർത്ഥിച്ചിരുന്ന കുടുംബങ്ങളിൽ ഇന്ന് സംസാരവും ആശയവിനിമയവും നിലച്ചുപോയോ? അതെ, ഇന്നത്തെ അനേകം കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷവും സമാധാനവും ശുദ്ധിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമില്ലായ്മയും സ്വാർത്ഥതയും വിട്ടുകൊടുക്കുവാനുള്ള മനസ്സില്ലായ്മയും ആധുനിക കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ ഇളക്കുന്നു. എന്നാൽ ഇരുൾ മൂടിയ ഈ കുടുംബജീവിതത്തിലേക്ക് വെളിച്ചവും പ്രത്യാശയും വീണ്ടും കൊണ്ടുവരുവാൻ ഒരു സ്നേഹക്കടലുണ്ട്. ദൈവപുത്രൻ്റെ അമ്മയും നമ്മുടെ എല്ലാവരുടെയും അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ ഗ്രന്ഥത്തിലെ കാനായിലെ കല്യാണ വിരുന്ന് ഓർക്കുക. സന്തോഷം നിറഞ്ഞ ആ വീട്ടുമുറ്റത്ത് പെട്ടെന്നാണ് വീഞ്ഞ് തീർന്നു പോയത്. വീഞ്ഞ് എന്നത് സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആത്മാവിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും ഈ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. പരസ്പര ബഹുമാനം, വിശ്വസ്തത, ക്ഷമ എന്നീ വീഞ്ഞുകൾ വറ്റിപ്പോകുമ്പോൾ കുടുംബങ്ങൾ തകർച്ചയിലേക്ക് നീങ്ങുന്നു. കാനായിലെ എന്താണ് സംഭവിച്ചത്? അവിടെ മാതാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ വീട്ടിലെ കുറവ് മാതാവ് കണ്ടു. വീട്ടുകാർ പോലും അറിയാതെ മാതാവ് തൻ്റെ മകനെ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഇന്നും മാതാവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഈ കുടുംബത്തിൽ സ്നേഹമില്ല, ഇവിടെ സമാധാനമില്ല, ഇവരുടെ ആത്മാവിൽ വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. യേശുവേ, ഇവർക്ക് നിൻ്റെ അനുഗ്രഹം നൽകണമേ. തകർച്ചയുടെ വക്കിലെത്തിയ കുടുംബ ബന്ധങ്ങളുടെ മാതാവ് എങ്ങനെയാണ് പുനഃക്രമീകരിക്കുന്നത്? അഹങ്കാരമാണ് പല കുടുംബ ബന്ധങ്ങളെയും തകർക്കുന്നത്. ദൈവഹിതത്തിന് മുന്നിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തിയ മാതാവ് കുടുംബങ്ങൾക്ക് വിട്ടുകൊടുക്കുവാനും മാപ്പ് ചോദിക്കാനുമുള്ള എളിമ നൽകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കും. പരിശുദ്ധ ജപമാലയുടെ മാതാവ് കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വീണ്ടും നിറയ്ക്കുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വീടുകളിൽ അവിശുദ്ധിക്കോ പിശാചിൻ്റെ തന്ത്രങ്ങൾക്കോ സ്ഥാനമുണ്ടാകില്ല. ഏറ്റവും വലിയ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയ അമ്മയാണ് മറിയം. കുരിശിൻ ചുവട്ടിൽ പോലും അചഞ്ചലമായി നിന്ന അമ്മ നിരാശമായ ദമ്പതികൾക്കും തകർന്ന മാതാപിതാക്കൾക്കും സഹനങ്ങളിൽ തളരാതിരിക്കുവാനുള്ള ധൈര്യവും ആശ്വാസവും മാതാവ് നൽകുന്നു. മറിയത്തിൻ്റെ സന്ദേശം എന്നും ഒന്നു തന്നെയാണ്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. കുടുംബങ്ങളെ വിശുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നിൻ്റെ കുടുംബത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോ? എങ്കിൽ മടിക്കേണ്ട. മാതാവിനെ നിൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുക. വലിയ ശാസ്ത്രീയ വിശകലനങ്ങൾക്കോ തർക്കങ്ങൾക്കോ അപ്പുറം മാതാവിൻ്റെ സ്നേഹം ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ട ഒന്നാണ്. തൻ്റെ ചിറകിന് കീഴിൽ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരമ്മയെപ്പോലെ വിശുദ്ധി നഷ്ടപ്പെട്ട നിങ്ങളുടെ കുടുംബത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ മാതാവ് കാത്തിരിക്കുകയാണ്. നമുക്ക് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സ്നേഹത്തിൻ്റെ പ്രതിരൂപമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ. നഷ്ടപ്പെട്ടു പോയ ശാന്തിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധിയും ഞങ്ങൾക്ക് തിരികെ നൽകണമേ. ഞങ്ങളുടെ തെറ്റുകളെ ക്രമീകരിച്ച് മകനായ യേശുവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആമേൻ.